കണ്ണൂർ ജില്ലാ സമസ്ത സെക്രട്ടറി മാണിയൂർ അഹമ്മദ് മൗലവി ആശംസ അർപ്പിക്കുന്നു. പ്രഗത്ഭ വാഗ്മി ഹാഫിസ് ഇ പി അബൂബക്കർ അൽ കാസിമി പത്തനാപുരം ഈ വേദിയിൽ മതപ്രഭാഷണം നടത്തുന്നതായിരിക്കും. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മതപ്രഭാഷണം നടത്തുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം അടക്കാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ والتابعين لهم بإحسان إلى يوم الدين أما بعد. മഹത്തുക്കളായ സാദാത്തുക്കളെ, അഭിമന്യരായ ഉലമാക്കളെ, നമ്മുടെ മുഖ്യ അതിഥി സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി കെ പി മോഹനൻ അവരുകളെ, മറ്റ് നേതാക്കളെ, സഹോദര സഹോദരികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ മഹത്തായ സംഗമത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ എനിക്ക് അളവറ്റ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. അതിന് തൗഫീഖ് നൽകിയ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മുടെ പരിപാടിക്ക് ഒരു ആശംസ നേരുക, അതാണ് എന്റെ ഉത്തരവാദിത്വം. അതങ്ങനെ തന്നെ നിർവഹിക്കാനേ ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. മഹാനായ ആലിക്കുട്ടി ഉസ്താദ് അവരുടെ പഠനാർഹമായ ഉദ്ഘാടന പ്രസംഗം, അതുപോലെ മഹാനായ തങ്ങളുടെ അധ്യക്ഷ പ്രസംഗം, മന്ത്രിയുടെ പ്രസംഗം, ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനിയും ആശംസ നേരാൻ പലരുമുണ്ട്. പിന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് 8:30 ആരംഭിക്കേണ്ട മതപ്രഭാഷണം ഹാഫിദ് ഇ പി അബൂബക്കർ അൽ കാസിമി അദ്ദേഹത്തിന്റെ പ്രഭാഷണമാണ്. 8:30 ആരംഭിക്കേണ്ടത്. 8:29 തന്നെ അദ്ദേഹം സ്റ്റേജിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പ്രസംഗം നടത്തുകയാണെങ്കിൽ അതൊരു ശരിയായ പരിപാടിയായി ആരും അംഗീകരിക്കില്ല. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല, ആശംസ നേരുക മാത്രം. നമ്മുടെ പരിപാടി മഹാനായ സയ്യിദ് അലിയുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഉറൂസ് മുബാറക്, അതാണ് അല്ലെ? ഈ ഉറൂസ് അതിന്റെ പരിഭാഷ മാത്രം പറയാം. ഉറൂസ് എന്താണ്? ഉറൂസ് അതിന്റെ പരിഭാഷ മലയാളം. ആണ്ട് നേർച്ച എന്താ പറയുന്നുണ്ട്? ആണ്ട് നേർച്ച. ആണ്ട് നേർച്ച എന്നാണോ ഈ ഉറൂസ് എന്ന പദത്തിന്റെ അർത്ഥം? അല്ല, കല്യാണം. ആട്ടെ, ഞാൻ മനസ്സിലാക്കിയത് പറയാം. ഉറൂസ് അല്ല, അത് ആറൂസ് ആണ്. ആറൂസ് എന്ന വാക്കിന്റെ അർത്ഥം പുതിയാപ്പിള എന്നാണ്. അപ്പൊ ഇവിടെ മഹാത്മാക്കളുടെ മക്ബറകൾ നിലനിൽക്കുന്ന സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ ഒരു ഉറൂസ് പരിപാടി നടത്തുന്നുണ്ട് അല്ലെ? അതിന് നാം കൊടുത്ത പേരാണ് ഉറൂസ്. അത് യഥാർത്ഥത്തിൽ അറൂസ് എന്നാണ്. അത് ലോപിച്ചത്. അറൂസ് എന്ന് വെച്ചാൽ പുതിയാപ്പള എന്നാണ് അർത്ഥം. അപ്പൊ ഈ പരിപാടിക്ക് അങ്ങനെ പുതിയാപ്പള എന്ന അർത്ഥം കൊടുക്കുന്ന അറൂസ്, അതെന്താ അതിന് കാരണം? അതിന് കാരണമുണ്ട്.
നമ്മളൊക്കെ മരിച്ച് ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്തു. അപ്പൊ മുങ്കർ നക്കീർ അലൈഹിമസ്സലാം രണ്ട് മലക്കുകൾ വന്ന് ചില ചോദ്യങ്ങളൊക്കെ നടത്തും, അല്ല അറിയാലോ. അങ്ങനെ ആ ചോദ്യങ്ങൾക്കൊക്കെ നല്ല മറുപടി പറഞ്ഞു. മഹാന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയാനില്ലല്ലോ. അങ്ങനെ നല്ല മറുപടിയൊക്കെ കഴിഞ്ഞാൽ ആ രണ്ട് മലക്കുകൾ അവരോട് പറയും, നം, കിടന്ന് ഉറങ്ങിക്കൊള്ളുക. നൗമത്തൽ അറൂസ്, പുതിയാപ്പിളയുടെ ഉറങ്ങുക എന്ന് പറയും. പുതിയാപ്പിളയുടെ ഉറക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, വിവാഹം ചെയ്തവർക്കൊക്കെ അറിയാം പുതിയാപ്പിളയുടെ ഉറക്ക് എന്താണ്. നൗമത്തൽ അറൂസ്, പുതിയാപ്പിളയുടെ ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് അവരവിടെ കടത്തും. അപ്പൊ അവര് വഫാത്തായി മറവ് ചെയ്യപ്പെട്ട ആ ദിവസം അവര് പുതിയാപ്പിളയായ ദിവസമാണ്. അപ്പൊ അവര് വഫാത്തായ ദിവസത്തോടനുബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരു പരിപാടി എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടി എന്താണ്? സിയാറത്ത്, അല്ലേ? ആ മഹാന്മാരുടെ ഗുണഗണങ്ങളൊക്കെ എടുത്തു പറയുക, അതുപോലെയുള്ള പരിപാടിയാണല്ലോ. പ്രധാനമായുമുള്ളത് എന്താണ്? ആ ദിവസം, മരിച്ച ദിവസം ആളുകളൊക്കെ അവിടെ സംബന്ധിച്ചുകൊണ്ട് ഒരു സിയാറത്ത് നടത്തുക, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇത് ചിലര് ഇതാരോ ഇപ്പൊ അടുത്ത കാലത്ത് നിർമ്മിച്ചുണ്ടാക്കിയ പരിപാടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അത് അറിയാത്തതിന്റെ പേരിലാണ്. ഇത് അടുത്ത കാലത്ത് തുടങ്ങിയൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെയുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഉറൂസോ, അല്ലെ? നീട്ടിപ്പരത്തി പ്രസംഗിക്കാൻ സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്ന ഹദീസ്, വഖദ് ജാഅ ഫിൽ ഹദീസ്, ഹദീസിൽ വന്നിട്ടുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവായിരുന്നു, യസൂറു, സാധാരണ സിയാറത്ത് ചെയ്യുക പതിവായിരുന്നു, ഖുബൂറ ശുഹദായി, ശുഹദാക്കളുടെ ഖബറുകളെ. അത് ഏത് ശുഹദാക്കളാണ്? ഉഹദ് ശുഹദാക്കള്, ഉഹുദിൽ അന്ത്യവിസർമ്മം കൊള്ളുന്ന ശുഹദാക്കൾ. ആ ശുഹദാക്കളുടെ ഖബറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഫീ റഅസി കുല്ലി ഹൗലിൻ, എല്ലാ കൊല്ലത്തിന്റെയും തലക്ക് ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഫയഖൂലു ലഹും, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. വകദാലിക, ഇപ്രകാരം തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം ഇത് ചെയ്തിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസ് ലോകപ്രസിദ്ധമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം ഇബ്നു കസീർ 2ാം വാല്യം 511 പേജിൽ എഴുതിയതായി കാണാം. എന്താണ് ഹദീസ് പറയാൻ ഒരു തഫ്സീർ എടുത്തുകൊണ്ടിരിക്കാൻ കാരണോ? ഈ തഫ്സീറിൽ മാത്രമല്ല, ഹദീസ് പല ഗ്രന്ഥത്തിലുമുണ്ട്. പക്ഷെ ഈ തഫ്സീർ ഇബ്നു കസീർ, ഈ പരിപാടിയെ എതിർക്കുന്നവർ, ആക്ഷേപിക്കുന്നവർ, അവര് ഇബ്നു കസീർ തഫ്സീർ അംഗീകരിക്കുന്നവരാണെന്നാണ് അവരൊക്കെ പറയപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവരൊന്നും അംഗീകരിക്കാത്തവരാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ പരിപാടി ഒരു പുതിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ട് എന്ന് പറയാം. ഒരു പ്രത്യേക ദിവസം മഹാത്മാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുക എന്നുള്ളത്, അതിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇതൊരു നല്ല പരിപാടി തന്നെയാണ്, പുണ്യമുള്ള അമല് തന്നെയാണ്. ദീർഘിച്ച് പ്രസംഗിക്കാൻ സന്ദർഭമില്ല, ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫള് കൊണ്ട്, ഈ മഹാന്മാരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെയൊക്കെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഈ മഹാത്മാക്കളുടെ ബറക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് അലിയുൽ കൂഫി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പല പദ്ധതിയും നമ്മുടെ കമ്മിറ്റി തുടങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല നിലയിൽ പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പരിപാടിക്ക് സകലവിധ ആശംസകളും നേർന്നുകൊണ്ട്
സമയത്തിന്റെ ദൗർലഭ്യം കണക്കിലെടുത്ത് ഞാനൊരു പ്രസംഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വേദിക ആശംസ അർപ്പിച്ചുകൊണ്ട് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ട്രഷറർ അബ്ദുറഹ്മാൻ കല്ലായി ഹ്രസ്വമായ വാക്കുകൾ ഈ വേദിക ആശംസ അർപ്പിക്കുന്നു. ഇപ്പൊ കൊണ്ട് വിളിച്ചാൽ